ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങി, കരഞ്ഞ് കാല് പിടിച്ചിട്ടും തിരിച്ചു നൽകിയില്ല. ആരോപണവുമായി എൻ.എം. രാജു. പത്തനംതിട്ട എം പി ആന്റോ ആന്റണിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഫിനാൻസ് സ്ഥാപന ഉടമയും കേരള കോൺഗ്രസ് എം നേതാവുമായ എൻ.എം. രാജു 2 മാസത്തിനകം തിരികെ നൽകാമെന്ന ഉറപ്പിൽ ആന്റോ ആന്റണി തന്റെ പക്കൽ നിന്നും 2 കോടി രൂപ വാങ്ങിയെന്നും എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയതെന്നും രാജു ആരോപിച്ചു. പലതവണ കരഞ്ഞുകൊണ്ട് ചോദിച്ചെങ്കിലും പണം തിരികെ നൽകിയില്ലെങ്കിലും ഈടില്ലാതെയാണ് താൻ പണം നൽകിയതെന്നും രാജു പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലായിരുന്നു രാജു ആരോപണം ഉയർത്തിയത്. 10 ലക്ഷം രൂപ വീതം 2 തവണകളായാണ് ഈ തുക ലഭിച്ചത്. തന്റെ സ്ഥാപനം വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ മകൾ ഉൾപ്പെടെ ആന്റോ ആന്റണിയുടെ വീട്ടിൽ ചെന്ന് പണം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം നൽകാൻ തയ്യാറായില്ലെന്നും 1000 തവണയെങ്കിലും പണത്തിനായി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെന്നും രാജു ആരോപിച്ചു. ആന്റോ ആന്റണിയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്താണ് യാതൊരു ഈടുമില്ലാതെ ഓഫീസിലെ അക്കൗണ്ട് വഴി ഈ പണം നൽകിയത്. അന്ന് തങ്ങൾ UDFന്റെ ഭാഗമായിരുന്നതിനാലാണ് ഇത്തരമൊരു സഹായം ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പണം തിരികെ ലഭിക്കണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇതുവരെ പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും ഇപ്പോൾ ഈ വിഷയം പരസ്യമാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി കണ്ഠരര് രാജീവരര് 2.5 കോടി രൂപയോളം നിക്ഷേപിച്ചെന്ന ആരോപണം തെറ്റാണെന്നും എൻ.എം. രാജു വ്യക്തമാക്കി. തന്ത്രിയുമായി യാതൊരു ബന്ധവുമില്ല, തന്ത്രി ഇന്നുവരെ കണ്ടിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച SITയും EDയും അന്വേഷിച്ചപ്പോൾ കൃത്യമായ വിവരം നൽകിയതാണെന്നും ED രേഖകളടക്കം പരിശോധിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണ ഘട്ടത്തിൽ തന്നെ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചതായി തന്ത്രി SITയോട് പറഞ്ഞിരുന്നു. ഈ സ്ഥാപനം പൂട്ടിയപ്പോൾ ഈ പണം നഷ്ടമായെന്നും എന്നാൽ പരാതി നൽകിയിരുന്നില്ലെന്നും കണ്ഠരര് രാജീവരര് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ED സംഘം നെടുമ്പറമ്പ് ഫിനാൻസിന്റെ ഓഫീസിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു.